ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പോളിപ്പി റോസ് എല്ലായ ചാനൽ മുഴുവൻ കയറി ഇറങ്ങിയ റോബിനെ പറ്റി വാതോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പം അതിനൊക്കെയുള്ള മറുപടി ഞാനും ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരാളിട്ട വീഡിയോ കണ്ടപ്പോൾ ഒരു തക്കതായ മറുപടിയാണ് എന്നൊക്കെ നമുക്ക് തോന്നിയല്ലേ. നമുക്ക് പോലും ഒരു ഇഷ്ടം തോന്നി. ഷഫീന ബീബി ഇട്ടിരിക്കുന്നത് നല്ലൊരു മറുപടിയായിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ പറയാനുള്ള ആരോടും പച്ചയ്ക്ക് പറയും. അത് അവർക്ക് ആരെയും പേടിയില്ലാത്ത രീതിയിലാണ് അവരുടെ വീഡിയോ കംപ്ലീറ്റ് പോകുന്നത്. അത് ആർക്കും അത്ര ദഹിക്കുന്നൊന്നുമില്ല. എന്നാലും ഈ കേസിൽ അവർ പ്രതികരിച്ച രീതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. രണ്ടാമത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും അധികം റോബിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാൾ റോബിനെ മനസ്സിലാക്കിയ 24 മണിക്കൂറും റോബിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് റോബിനെ എങ്ങനെ മനസ്സിലാക്കാം, അത്രയും അവർ റോബിനെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നി. അപ്പോൾ ആദ്യം റോബിൻ ഏഷ്യാനെറ്റിൽ പോയതിനെ പറ്റിയൊക്കെ പറയുന്നത് ഞാൻ കുറേശ്ശെ കേൾപ്പിക്കുക. ഒന്ന് ജസ്റ്റ് കേട്ട് നോക്കും. എന്നുള്ളത് ഏഷ്യാനെറ്റിന്റെ ഒരു ആവശ്യമായിരുന്നു. കാരണം റോബിൻ അത്രയും റീച്ച് കിട്ടിയതാണ്. ഒരു പക്ഷേ ഇഷ്ടം പോലെ വാണിംഗ് കൊടുത്തു. ഒരു രക്ഷയില്ലാണ്ട് അവസാനം ഒരു മത്സരാർത്ഥിയുടെ ഇതേപോലെ തന്നെ പേഴ്സണൽ കാര്യത്തിലൊക്കെ ഇടപെട്ടുകൊണ്ടാണ് പുറത്താക്കേണ്ടി വന്നത്. പക്ഷേ റോബിൻ എന്ന വ്യക്തി ഇത്രയും എങ്ങനെയാണ് റോബിൻ അവിടെ അത്രയും ദിവസം നിന്നിട്ട് ഒരാളെ ഒരു മത്സരാർത്ഥിയെ പോലും അധിക്ഷേപിച്ച് പോലും അവരുടെ വ്യക്തിപരമായ കാര്യം ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഒന്നും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രമല്ല, അത് ഒരു ദിവസം കൊണ്ട് ഡോക്ടർ റോബിനെ നെഞ്ചിലേറ്റിയതൊന്നുമല്ല മലയാളികൾ. അവിടെ പുള്ളി പെരുമാറിയതും എല്ലാം കൂടെ കണക്കിലെടുത്താണ് ഈ കണ്ട ജനം മുഴുവൻ റോബിനെ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ഡോക്ടർ ആയതുകൊണ്ടുമല്ല, ഒന്നുമല്ല. പുള്ളി എന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടാണ്, വ്യക്തിത്വത്തെ ഇഷ്ടപ്പെട്ടാണ് മലയാളികൾ ഇഷ്ടപ്പെട്ടത് റോബിനെ. ഇതേ സെയിം റിയാലിറ്റി ഷോയിൽ പോയിട്ട് പോളിപ്പി ഇതുപോലെ ഇഷ്ടം ഉണ്ടായിരുന്നോ ജനങ്ങൾ? കുറച്ച് പേർക്കൊക്കെ ഇഷ്ടം ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഇരുന്ന് കുറ്റം പറയുമ്പം ഈ ഒരു കാര്യം കൂടെ ഒന്ന് ഓർക്കണ്ടേ. പിന്നെ മറ്റൊരു കാര്യം, ഏഷ്യാനെറ്റിന് റേറ്റിംഗ് കുറവായിട്ട് തന്നെയാണ് ഡോക്ടർ റോബിനെ വിളിച്ചെന്നുള്ള ഒരു പച്ച പരമാർത്ഥമാണ്. ആദ്യം അവർ വിളിച്ചപ്പോൾ പോയില്ല, രണ്ടാമത് പിന്നെയും കിടന്ന് വിളിച്ചപ്പോഴാണ് പോയത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വേറെ വിളിക്കുന്നു വരെയും ഡോക്ടർ പറഞ്ഞു. അതൊന്നും കേൾക്കാതെ ഡോക്ടർ റോബിൻ തന്നെ വന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞാണ് അവർ വിളിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവർ ഈ റേറ്റിംഗ് കുറവായിട്ടാന്ന് പറയുന്നതിന് മറുപടിയായിട്ട് ശ്രുതി ആണല്ലോ, അയ്യോ അങ്ങനെ ഉണ്ടോ, അങ്ങനെയൊന്നുമില്ല, അങ്ങനത്തെ റേറ്റിംഗ് കുറവാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു പുച്ഛത്തോടെ ചിരിച്ച് തള്ളുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതായത് റേറ്റിംഗ് കുറവായിട്ട് ഇത്രയും വലിയ കോപ്പറേറ്റീവ് കമ്പനി റേറ്റിംഗ് കുറവാണെന്ന് പറഞ്ഞ് അവർ റോബിനെ വിളിക്കുക, എന്ന് പറഞ്ഞ ഒരു ചിരി ആൾക്കാർക്ക് എന്ന് വെച്ചാൽ അത്ര പുച്ഛമാണ്. പക്ഷെ അതാണ് സത്യം. അംഗീകരിക്കില്ല, അംഗീകരിച്ചു കഴിഞ്ഞാൽ പോയില്ലേ, അതാണ് സത്യം. ഏതായാലും ഇവർ ശരിക്കും റോബിനെയും ഫിറോസിനെയും ഒക്കെ ശരിക്കും പഠിച്ചിട്ടാണ് അവർ വീഡിയോ ചെയ്തത്. അതാണ് അത് എടുത്തിടാൻ കാര്യം. ഞാൻ പറയുന്നതിലും ഞാൻ വർഷങ്ങളായപ്പോൾ കുറേ നാളായിട്ട് റോബിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്, അല്ലാതെ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവിടെ അന്ന് റോബിൻ ആകെ പറഞ്ഞായിട്ട് നമ്മൾ കേട്ടെന്താ, മാരാരെയും കൊണ്ട് ഒരു ക്യാമറ തല്ലിപ്പൊളിക്കും, അല്ല പിന്നെ എന്നാ സോറി, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. റോബിൻ ഇത്രയും പറയാൻ പാടുണ്ടോ, ഇതെല്ലാവരും കണ്ടിരിക്കുന്ന ഷോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നാ സോറി, അപ്പം സോറി എന്നുള്ള രീതി, ഇത്രയും കാര്യമാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഏഷ്യാനെറ്റ് അത് വിട്ടില്ല? ഇപ്പം അന്ന് അവിടെ ഉണ്ടായ സംഭവം എഡിറ്റ് ചെയ്യാതെ കാണിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എന്ത് പറഞ്ഞാലും ഏഷ്യാനെറ്റിനുണ്ട് അല്ലേ. ഇപ്പോഴും റോബിനും അത് തുറന്നു പറഞ്ഞിട്ടില്ല, ബീബി അത് തുറന്നു പറഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പ്രേക്ഷകർ അറിയാത്ത ഒരു കാര്യമുണ്ട്. അത് ശരിക്കും ഇവർക്ക് ബാധ്യതയുണ്ട് പ്രേക്ഷകരോട് പറയാൻ. ആര് പറഞ്ഞാലും കുഴപ്പമില്ല, റോബിനാണേലും പറഞ്ഞാൽ കുഴപ്പമില്ല, ബീബി പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ അങ്ങനെ ആ കാര്യത്തെക്കുറിച്ച് പറയുള്ളൂ. അതറിയാനുള്ള ഒരു അവകാശം പ്രേക്ഷകരായ നമുക്കുണ്ട്. കാരണം ഈ ഒരു സംഭവത്തോടു കൂടി ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടാതെ വെറുത്തുപോയ ആൾക്കാരെ എനിക്കറിയാം. അവിടം വരെ ഫോട്ടോഗ്രാഫറൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവിടം വരെ റോബിനെ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരുണ്ട്. അത് ഇൻസ്റ്റയിൽ എന്നോട് ചാറ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അവിടം വരെ ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരൊറ്റ കാര്യത്തിൻ്റെ പുറത്ത് റോബിൻ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് എന്നോട് വന്ന് ഇൻസ്റ്റ പറഞ്ഞ് റോബിനെ എൻ്റെ കയ്യിൽ നിന്ന് ഫാമിലിയിൽ നിന്ന് വിട്ടുപോയ ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ ഇവർ രണ്ട് കൂട്ടരിൽ ആരെങ്കിലും പുറത്ത് പറയണം. അല്ലാത്തത്രയും കാലം പ്രേക്ഷകരായ നമ്മളെ വെറും മണ്ടന്മാരാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെൻ്റെ ഒരു ഒപ്പീനിയൻ തന്നെയാണ് കേട്ടോ. ശരിക്കും നമ്മളാണ് ഇപ്പം മണ്ടന്മാരാകുന്നത്. ഇവരാരും തുറന്നു പറയുന്നില്ലല്ലോ. തന്നെയാണ് അത് റോബിനെ ചീത്ത പറഞ്ഞത് കൊണ്ട് ഇവര് പറ്റിക്കുന്നാന്ന് പറഞ്ഞു. എന്നാലും ആണോ അല്ലയോ എന്നുള്ളൊരു ഇതിലായിരിക്കും ചിലപ്പോൾ ഇവര് പറയുന്ന, ഹസ്ബൻഡ് ആ വൈഫ് പറയുന്നതായിരിക്കും ശരി, കോൺട്രാക്ടറായിരിക്കും വീട് തല്ലിപ്പൊട്ടിച്ചത്, അങ്ങനെയൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട് കുറച്ചു പേരെങ്കിലും. പക്ഷെ ഇപ്പം
ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നറിയാം, ഈ ചാനൽ തോറും കയറി ഇറങ്ങി ഡോക്ടർ റോബിനെ പറ്റി അനാവശ്യം എല്ലാം പറഞ്ഞ് വരുത്തിയോടുകൂടി എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ ആ സത്യം ഇതാണ് ഇപ്പൊ ജനം വിശ്വസിക്കുന്നത്. ഈ കയറി ഇന്ന് റോബിന്റെ മുഖത്ത് ചെളി വാരി എറിയാൻ ശ്രമിച്ചിട്ട് ആ ചെളി മുഴുവൻ ഇപ്പൊ ഫിറോസിന്റെ മുഖത്ത് തിരിച്ചു വന്നിരിക്കുക. അതായത് ഇവർ ഈ കോൺട്രാക്ടറെ പറ്റിയും ഹോസ്പിറ്റലിനെ പറ്റിയും പറഞ്ഞത് മുഴുവൻ നുണയാന്ന് കമന്റിൽ കാണുന്നത്. പണ്ട് അത് അത്രയും ആരും പറഞ്ഞില്ല, ഒന്നോ രണ്ടോ വ്യക്തികൾ പറഞ്ഞു നിങ്ങൾ പറയുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചങ്ങ് പോയി. പക്ഷെ ഇപ്പൊ കംപ്ലീറ്റ് ആൾക്കാർ ഇവരെ വിശ്വസിക്കുന്നില്ലെന്നായി. ഈ പൈസ മേടിക്കാൻ വേണ്ടി, പൈസ കിട്ടാൻ വേണ്ടി, കാശിന് വേണ്ടി ഓരോ ചാനൽ തോറും കയറി ഇറങ്ങി ഇന്റർവ്യൂ കൊടുത്ത് റോബിന്റെ മുഖത്ത് ചെളി വാരി എറിഞ്ഞിട്ട് ഇപ്പൊ ആ ചെളി മുഴുവൻ ഫിറോസിന്റെ മുഖത്ത് വന്ന് വീണിട്ടുണ്ട്. ഇന്ന് തൂത്ത് കളയാൻ നോക്കുക. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.